സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 2022 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറയുന്നത്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാണ് നീരജ് ചോപ്ര. അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ നിങ്ങളും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം: ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പി വത്സലയാണ്. പി വത്സല. 2022 സേതുവിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2022 സേതു. 2023 SK വസന്തൻ. 2024 NS മാധവൻ. അടുത്ത ചോദ്യം: കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 15ാം നിയമസഭയാണ് 2021 നിലവിൽ വന്നത്. 15. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായിട്ട് വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം EOS 04 ആണ്. EOS 04. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ കെ കസ്തൂരി രംഗനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കെ കസ്തൂരി രംഗൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. താലോലം. ഓപ്ഷൻ ഡി താലോലം. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് KP കുമാരനാണ്. 2022 അവസാനമായിട്ട് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് TV ചന്ദ്രനാണ്. TV ചന്ദ്രൻ. അടുത്ത ചോദ്യം: കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഓപ്ഷൻ എ തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? കേരളത്തിൽ ആദ്യമായിട്ട് 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. ഓപ്ഷൻ ബി ആണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏത്? തന്നിരിക്കുന്നത് നർമ്മദ, മഹാനദി, ലൂണി, കാവേരി എന്നിവയാണ്. ഇതിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ലൂണി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? കറുത്ത മണ്ണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി പരുത്തിയാണ്. പരുത്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മോസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മോസിൻഡ്രം ആണ്. മോസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. മേഘാലയ. ലോക ഓസോൺ ദിനം എന്നാണ്. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിക്കരണാണ്. മണിക്കരണാണ് ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്
ജനസാന്ദ്രത ഏറ്റവും കുറവുള്ളത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശ്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സോജില ചുരമാണ്. സോജില ചുരം. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഖാരിഫ് ആണ്. ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ഏത് നദിയിൽ? ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത NW2 ആണ്. NW2. ഏത് നദിയിൽ? ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ. NW2. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9. അടുത്ത ചോദ്യം. വിദ്യാഭ്യാസ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 4 പ്രസ്താവനകൾ തന്നിരിക്കുന്നു, വായിക്കാം. ആദ്യത്തേത്, ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിയാണ്. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയത്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു എന്നതാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് 2009 ഓഗസ്റ്റ് 4. പാർലമെൻറ്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 4-നാണ്. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. 2010 ഏപ്രിൽ 1-നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി മലാല യൂസഫ്സായ് ആണ്. ഓപ്ഷൻ ഡി മലാല യൂസഫ്സായ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയതാരാണ്? പിംഗലി വെങ്കയ്യാണ്. ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? ഭാഗം 4A. മൗലിക കടമകൾ ഏത് ഭേദഗതിയിലൂടെയാണ്? 42ാമത്തെ ഭേദഗതിയിലൂടെയാണ്. 42. 26ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠമാണ്. ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഓപ്ഷൻ ബി ആണ്. അയിത്ത നിർമാർജനമാണ്. അയിത്ത നിർമാർജനം.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്. പ്രാചീന മലയാളം. ഓപ്ഷൻ ബി ആണ് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കല്ലുമാല സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂരാണ്. ഏത് വർഷമാണ്? 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ടത് തൃശ്ശൂർ. സാമൂഹ്യ രംഗത്ത് പൊതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ്. അരുവിപ്പുറം. വർഷം ഏതാണ്? 1888 ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എവിടെയാണ്? അരുവിപ്പുറത്താണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്നത് മലബാറാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം. മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആര്? ഏത് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് സവർണ ജാഥ നയിച്ചത്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എവിടേക്കാണ്? തിരുവനന്തപുരത്തേക്കാണ്. മേൽമുണ്ട് സമരമെന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. അപ്പം മേൽമുണ്ട് സമരം എന്നറിയപ്പെട്ട സമരം ഏതാണ്? ചാന്നാർ ലഹളയാണ്. 39ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ്. കുറിച്യ കലാപം 1812 1812. കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലാകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ഏറ്റവും വലിയത് ഇടുക്കി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കിഴക്കോട്ടൊഴുകുന്നത് തന്നിരിക്കുന്നതിൽ കബനി നദിയാണ്. കിഴക്കോട്ടൊഴുകുന്ന നദി കബനി. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തട്ടേക്കാട്, ചൂലന്നൂർ, മംഗളവനം, ചിന്നാർ. ഇതിൽ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ചിന്നാറാണ് പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത്. 3 പക്ഷി സങ്കേതങ്ങളാണ്. ബാക്കിയുള്ള 3 പക്ഷി സങ്കേതങ്ങളാണ്. അടുത്ത ചോദ്യം, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഭാരതപ്പുഴ ആനമലയിൽ നിന്നുമാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. കൊല്ലം. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായലാണ്. ശാസ്താംകോട്ടക്കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്നാണ്? കേരള സംസ്ഥാനം നിലവിൽ വന്നത്
1956 നവംബർ 1-നാണ്. 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? 1918 18 ഏതാണ്? അഹമ്മദാബാദാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ രാഷ് ബിഹാരി ബോസ് ആണ്. രാഷ് ബിഹാരി ബോസ്. തേബാഗ സമരം നടന്നത് എവിടെയാണ്? തേബാഗ സമരം ബംഗാളിലാണ്. ബംഗാൾ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സംബാദ് കൗമുദിയാണ്. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി. ഓപ്ഷൻ ഡി ആണ് VP മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആര്? ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ടെറ്റനി. എന്തിൻ്റെ കുറവാണ്? കാൽഷ്യത്തിന്റെ അളവ് ക്രമാതീതമായിട്ട് കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവാണ് ടെറ്റനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം. ശ്വാസകോശത്തിനുണ്ടാകുന്നത് എംഫിസിമയാണ്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. തെങ്ങിൻ്റെ സങ്കരയിനമല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, അക്ഷയ, ചന്ദ്രശങ്കര. തെങ്ങിൻ്റേതല്ലാത്തത് അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. ഓപ്ഷൻ ബി കാസർഗോഡ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ സസ്യബുക്കാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ജൈവ വൈവിധ്യ ദിനം. ഓപ്ഷൻ ഡി ആണ് മെയ് 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഏത് വർഷമാണ്? 1983. എവിടെയാണ്? കർണാടകത്തിൽ. പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനമാണ്. അപ്പിക്കോ പ്രസ്ഥാനം എവിടെയാണ് ആരംഭിച്ചത്? കർണാടകത്തിലാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ഹീലിയമാണ്. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് ഇരുമ്പിന്റെ അയിരുകൾ. മാഗ്നറ്റൈറ്റ്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? നൈട്രജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ.
ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ ഉണ്ടാകുന്നത്? സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്നത് പാൽ കേടാകാതെ സൂക്ഷിക്കാൻ പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് 30 ഡിഗ്രിയാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം യുറാനസ് ആണ്. യുറാനസ്. പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? പാരമ്പര്യ ഊർജ സ്രോതസ് LPG ആണ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. തെർമോമീറ്റർ എന്താണ്? ഊഷ്മാവാണ്. ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം ഏത്? ദോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിൻ്റെ ചലനം. ഇനി വരുന്നത് 20 മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. 82ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം 8. 83ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 84 ഓപ്ഷൻ എ. 85ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം 50%. 86ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 87 ഓപ്ഷൻ സി. 88ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 89ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് 9/2. 90 ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 3 കിലോമീറ്റർ. 91 ഓപ്ഷൻ ഡി ആണ് 10. 92ാമത്തെ ചോദ്യം ഓപ്ഷൻ സി 100. 93 ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 94 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 95 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 20. 96ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 97 ഓപ്ഷൻ ബി. 98 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 99ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. അവസാനത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് 5. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.